സലീം കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു നിലപാടുള്ള വ്യക്തിയാണ്. തൻ്റെ നിലപാടുകൾ എപ്പോഴും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഇവിടെ നടക്കുന്ന ഈ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്നതുകൊണ്ട് അത് നിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ. ആക്ടർ ജയറാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എയറിലാണ് സുഹൃത്തുക്കളെ. റീസെൻ്റ്ലി പുള്ളി ഏറിയപ്പോൾ ഉള്ള കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. റീസെൻ്റായിട്ട് പുള്ളി മറ്റേ 2020 സിനിമയിലെ ക്ലൈമാക്സ് ഷൂട്ടിൽ എന്തുകൊണ്ട് പുള്ളി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഷൂട്ട് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള കാരണമായിട്ട് മലയാളത്തിൽ കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നതൊന്നും തമിഴ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് മറ്റൊന്നും, അങ്ങനെ രണ്ടിടത്തും രണ്ട് രീതിയിലായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ വരുമ്പം കേരള പാസം കാണിക്കുകയും തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ് പാസം കാണിക്കുകയും, അങ്ങനെ രണ്ടിടത്തും രണ്ട് രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. മെയിനായിട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളി ഏറെ പോകാനുള്ളൊരു കാരണം വന്നത്. ഇതിന് മുന്നേ തന്നെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പുള്ളി പങ്കുചേർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും പുള്ളി ഏറി കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ജയറാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മദ്രാസിലെ ഒരു ഷൂട്ടോ മറ്റോ എന്തോ ഉണ്ടായിരുന്നു, അവിടുന്ന് മാറാൻ എന്തോ പറ്റാത്തതിൻ്റെ ഒരു റീസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് പുള്ളി ആ ഒരു വിയോഗത്തിൽ പങ്കുചേരാതിരുന്നത്. അന്ന് പുള്ളി ഇതുപോലെ ഏറി കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ സലീം കുമാർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പുള്ളി പങ്കുചേരാൻ വന്നപ്പോഴേക്ക് അവിടെയും പുള്ളി ഏറി കയറിയിട്ടുണ്ടായിരുന്നു. പുള്ളി അധികമായിട്ട് വിനയം കാണിക്കുന്നു, അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താണെങ്കിലും നമുക്ക് പുള്ളി സലീം കുമാർ അദ്ദേഹത്തിനെ കാണാൻ വന്നിരിക്കുന്ന ആ ഒരു വിഷ്വൽസ് കുറച്ച് നമുക്കൊന്ന് കാണാം. ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഭീകരമായിട്ട് അതിവിനയം കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുശേഷം മീഡിയാസിന് കൊടുക്കുന്ന ബൈറ്റിൽ അദ്ദേഹം സലീം കുമാർ അദ്ദേഹത്തെ പറ്റിയിട്ട് പറയുന്ന വാക്കുകളോട് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തെക്കാൾ കുറച്ച് മുമ്പ് ഞാൻ എത്തിയെന്ന് മാത്രം. സലീം കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു നിലപാടുള്ള വ്യക്തിയാണ്. തൻ്റെ നിലപാടുകൾ എപ്പോഴും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഏതൊരവസരത്തിലും ഏതൊരു വേദിയിലും അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും നോക്കാതെ ആ നിലപാടുകൾ വെട്ടിത്തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. സിനിമയിൽ ചെയ്തിരുന്നത് കോമഡി വേഷങ്ങളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാഴ്ചപ്പാടുകളും നിലപാടുകളൊക്കെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സലീം കുമാറിന്റെ തുടക്കകാലം തൊട്ടുള്ള സിനിമയിൽ അദ്ദേഹം മിമിക്രിയിൽ നിന്ന് എത്തി അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ കാലം തൊട്ടുള്ള സിനിമകളിൽ, പ്രത്യേകിച്ച് അനിൽ ബാബുവിൻ്റെയൊക്കെ സിനിമകളിലൂടെ എൻ്റെ സിനിമകളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജുകളിൽ പലതും ഒരുമിച്ച് തിരിച്ചും ഞങ്ങൾ രണ്ടാമതും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ പറവൂരെത്തിയത് അദ്ദേഹത്തിന്റെ വീട് ഇവിടെ സ്വന്തമായി അദ്ദേഹം ഒരു വീട് പണിതപ്പോൾ അതിനുവേണ്ടി വരാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ദേശീയ ബഹുമതി കിട്ടിയപ്പോൾ അതിനും ഞാൻ ഈ പറവൂരെത്തി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. മൂന്നാമത് പ്രാവശ്യം ഈ പറവൂരെത്തിയപ്പോൾ അദ്ദേഹം എന്നോടൊപ്പമില്ല. എല്ലാ പ്രാർത്ഥനകളും. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് നമുക്കൊന്ന് പോവാം. ജയറാം അല്ല വിനയറാം, മോനെ ജയറാം അഭിനയം സിനിമയിൽ പോരെ, ഫ്രോഡ്, മലയാളം മറന്നില്ലേ, ശ്രീനിവാസനെ മറന്ന പോലെ ഇനി ഒന്ന് മറന്നാൽ എയറിലാക്കും. ഓ വിനയം സ്റ്റാർ എത്തിയോ തള്ളിമറിക്കാൻ, വിനയൻ വീസസ് ഓവർ വിനയൻ. ശ്രീനിവാസൻ മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ജയരാമൻ അണ്ണാച്ചി, ആഹാ ശിങ്കാരി വേണമെന്നല്ലോ മണി, പസിക്കത് മണി, ഫ്രോഡ് പാണ്ടി ജയറാമിൻ്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം കംപ്ലീറ്റ് തള്ളാണെന്ന്. ഓ വിനയം സ്റ്റാർ എത്തിയോ തള്ളിമറിക്കാൻ. ഉടായിപ്പ് ജയരാമൻ വന്നോ ആരെയോ കാണിക്കാൻ വേണ്ടി, മലയാളം മറന്നില്ലേ എന്ന് നിലപാടില്ലാത്ത അതിന് തള്ള്.
വിനയ് കുനിയൻ എന്ന നിലപാടില്ലാത്ത വ്യക്തി ശ്രീനിവാസൻ നിലപാടില്ലാത്തവനാണോ? അവിടെ കണ്ടില്ല, തമിഴ് വേണം. വന്നല്ലോ തമിഴ് നടൻ ശ്രീനിവാസൻ സാറ് മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. തമിഴൻ്റെ സ്വഭാവം എന്തായാലും കാണിക്കുക, അതിവിനയം സാറെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ കമൻസ് പുള്ളിക്ക് അങ്ങനെ ഒരു ഹിറ്റ് ആയിട്ടുള്ള രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പുള്ളിക്ക് ഇത് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഉള്ള ആ ഏറിപ്പോയേക്കുന്നതിനേക്കാൾ ഉപരി ശ്രീനിവാസൻ അദ്ദേഹം മരണപ്പെട്ട ആ ഒരു ടൈമിൽ പുള്ളി എത്തിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അന്ന് മീഡിയാസിന് കൊടുത്തേക്കുന്ന ഒരു ബൈറ്റിൽ പുള്ളി പറയുന്ന കാര്യമുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഇവിടെ നടക്കുന്ന ഈ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്നതുകൊണ്ട് അത് നിർത്തി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. ചെന്നൈയിൽ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു താൻ. ഒരാൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉണ്ടാവുന്ന നഷ്ടം വലുതാണ്. അത് ഏറ്റവും നന്നായി ശ്രീനിവാസന്റെ കുടുംബത്തിനും അറിയാം. അവസാനമായി ഒന്ന് കാണാൻ കഴിയാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു ജയറാം. പെട്ടെന്നുള്ള ശ്രീനിവാസന്റെ പോക്ക് മനസ്സാകെ തളർത്തി. ആ സമയം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനൊന്നും മനസ്സ് വന്നില്ല. അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്നും താൻ അത്ര ആക്റ്റീവ് അല്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും ജയറാം പ്രതികരിച്ചു. എത്രയോ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന അതുല്യ കലാകാരന്മാർ തന്നെയാണ് ഈ രണ്ടുപേരും. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ടു എന്ന് അറിയുമ്പോഴത്തേക്കിനും പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിക്ക് അന്ന് പോകാമായിരുന്നു. കാരണം വെച്ചാൽ ഈ റീസെൻ്റ്ലി ഏറിപ്പോകാനുള്ള ആ ഒരു 2 ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലാദ്യം തമിഴ് കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയാൻ നമുക്ക് കേൾക്കാം. ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். അപ്പോൾ ആ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ആ ഒരു സീൻ വേണ്ടാന്ന് വെച്ചിട്ട് പുള്ളിക്ക് ദീപാവലിക്ക് പോകാനെ കൊണ്ട് പറ്റുമായിരുന്നു. ഓക്കെ, തമിഴ്നാട്ടിൽ പുള്ളി ആ രീതിയിൽ പറഞ്ഞതാണ്, ആ ഒരു തമിഴ് പാസ് കാണിച്ച് പറഞ്ഞതാണ് ദീപാവലി എന്നുള്ളത്. ഇനി മലയാളത്തിൽ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ് നമുക്ക് കേൾക്കാം. പടത്തിൽ ക്ലൈമാക്സിൽ സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിങ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷ് സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയും ഇങ്ങനെ സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ ഇത് എടുക്ക മറ്റേത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്കവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം ദിവസവും തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി അന്ന്. ഈ രണ്ടിടത്ത് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പം മലയാളത്തിൽ കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്നത് ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് ആ ഷൂട്ടിൻ്റെ ഇത് ക്യാൻസൽ ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ അന്ന് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പുള്ളിക്ക് വേണമെങ്കിൽ പങ്കുചേരാമായിരുന്നു. ഈ ഒരു ഷൂട്ട് മദ്രാസി ഷൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഒരു ദിവസത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ വരാമായിരുന്നു അല്ലേ. ഇതൊരു മലയാളത്തിലെ എല്ലാ ബിഗ് സ്റ്റാർസിനെയൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു 2020 എന്ന് പറഞ്ഞ ആ ഒരു പടത്തിൽ അത്രയും വലിയൊരു സീനിനകത്തു നിന്ന് പുള്ളി വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകാനൊക്കെ കൊണ്ട് പുള്ളിക്ക് അന്ന് പറ്റി. പക്ഷേ ഒരാളുടെ മരണം വന്നപ്പോഴേക്ക് ആ ഒരു മരണത്തെക്കാൾ വലുതല്ല ഒരു ദീപാവലി ആണെങ്കിലും ഒരു ശബരിമലയിൽ പോക്കും. എപ്പോഴും നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ബോണ്ട് കാര്യങ്ങളൊക്കെയാണല്ലോ എല്ലാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിയെടുത്ത് ആ ഒരു രീതിയിൽ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ഇത്ര ഇതായിട്ട് അതിവിനയം കാണിക്കുന്നു. ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ പറയുന്നതൊക്കെ പുള്ളി അന്ന് ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ പേരിലൊക്കെ തന്നെയാണ്. പിന്നെ കുറേ നാളുകൾക്ക് മുന്നേ രാജസേനൻ ഇദ്ദേഹത്തെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇവർ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തേക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം കൂടെ നമുക്ക് കേൾക്കാം. ആരെങ്കിലും ഇടയ്ക്ക് നിന്ന് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ പിണങ്ങിയ കാരണം അറിയണം, വഴക്ക് കൂടിയിരിക്കണം. ഇത് വഴക്കില്ലാതെ തനിയെ ഇങ്ങനെ അകന്നു പോകില്ലേ. ചില സിനിമകളിലൊക്കെ ചില ഷോട്ട് കാണുമല്ലോ, ചില കഥാപാത്രം ഇങ്ങനെ നടന്നു പോകുന്ന പോലെ. എന്നിൽ നിന്ന് നടന്നു പോയൊരു വ്യക്തിയാണ് ജയറാം എന്ന് എനിക്ക് തോന്നാറ്. നമ്മൾ വെറുതെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടോ മോഹിച്ചുകൊണ്ടോ അല്ലല്ലോ വിളിക്കുന്നത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ജയറാമിനെ ഞാൻ വിളിക്കുന്നത്, ജയറാമിൻ്റെ ഡേറ്റിന് വിളിക്കുന്നത് പോലെ പുള്ളി പ്രതികരിക്കുമായിരുന്നു. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ, ഞാൻ ഷോട്ടിലാണ് എന്ന് പറഞ്ഞ് വയ്ക്കും.
അത് എനിക്ക് അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ ഞങ്ങൾ വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാനും വൈഫും മോളും കൊണ്ടിരിക്കുമ്പോഴോ ജയറാമിൻ്റെ കോൾ വന്നാൽ എൻ്റെ മോള് പറയും, ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് നീങ്ങുമ്പോൾ എൻ്റെ മോൾ അവിടെ നിന്നുകൊണ്ട് പറയും ഇനി 1 മണിക്കൂർ പോയി. 1 മണിക്കൂറാണ് കോള്. അതിനകത്ത് നസീർ സാറ് വരും, സബ്ജക്റ്റിൽ യേശുദാസ് വരും. ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് ഇത്രയും സിനിമകൾ ഹിറ്റായത്. അതെ, അതേ ആൾ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ 1 മിനിറ്റ് തികയുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ, ഞാൻ ഷോർട്ടിലാണ്, ഞാൻ തിരക്കിലാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഫോൺ കോൾസ് പുള്ളിക്ക് ബുദ്ധിമുട്ടാവുന്ന പോലെ തോന്നി. ഞാനിനി വീണ്ടും ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിട്ട് പുള്ളി തെറ്റിദ്ധരിക്കുന്നതായിട്ട് തോന്നി. ഇതൊക്കെ ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഒരുമിച്ച് ചെയ്തേക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ജയറാം എന്ന് പറയുന്നൊരു നടന് ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് രാജസേൻ എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന അടുത്ത 2 അത്രയും നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് പോകെ ആ കോളുകൾ കുറയുന്നു, എന്നിട്ട് പെട്ടെന്ന് ബിസി ആയെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പെട്ടെന്നൊരു ദിവസം അവനുള്ള ഒരുപാട് വളർച്ചകളിലൊക്കെ നമ്മളും ഭാഗമായി. പക്ഷേ പിന്നീട് അവനൊരു നിലയിലോട്ട് എത്തിയപ്പോഴേക്ക് പിന്നീട് നമ്മളുടെ അടുത്ത് ആ ഒരു കോൺടാക്ട് കാര്യങ്ങളൊന്നും വെക്കണില്ല, അല്ലെങ്കിൽ ഇത്തിരി ഡിസ്റ്റൻസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഫീൽ തന്നെയാണ് അദ്ദേഹത്തിനും അത് ഉണ്ടായിട്ടുള്ളത്. കാര്യം ഒരുപാട് ഹിറ്റ് സിനിമകൾ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ് രാജസേനൻ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു വ്യക്തി പുറമേ കാണിക്കുന്നതൊക്കെ കൂടുതൽ അഭിനയമാണോ എന്ന് ആളുകൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല. ഈ കാണിക്കുന്ന വിനയം ഓവർ അഭിനയമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും വീണ്ടും പുള്ളി എയറിലായിരിക്കുകയാണ്, കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.